മിഥുൻ, വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. LDF-ഉം ഒപ്പം UDF-ഉം എങ്ങനെയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അവർ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്? ഒപ്പം കണ്ണൂരിലെ ഇടത് കോട്ടകളൊക്കെ തന്നെ പിടിച്ചെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ NDAയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? രജനി, ഇത്തവണ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ശക്തമായ പോരാട്ടം തന്നെയാണ് പലയിടങ്ങളിലും നടക്കുന്നത്. ഈ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, കണ്ണൂർ ജില്ല എക്കാലത്തെയും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. കാരണം 71 പഞ്ചായത്തുകളിൽ 53 എണ്ണവും ഇത്രയും കാലം കൈവശം വെച്ചിരുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു അപ്രമാദിത്യം തകർക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് UDF-നെ സംബന്ധിച്ചായാലും BJP-യെ സംബന്ധിച്ചായാലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ നമുക്കറിയാം, കോർപ്പറേഷനിലൊക്കെ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. പല ഡിവിഷനുകളിലും ത്രികോണ മത്സരം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ NDAയുടെ കണ്ണൂർ ടെമ്പിൾ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ K. സുശീലുണ്ട്. നമുക്കറിയാം, ഇവിടെ BJP-യും അതുപോലെ തന്നെ UDF-ഉമാണ് നേരിട്ടൊരു പോരാട്ടം കാഴ്ചവെക്കുന്നത്. ശ്രീ K. സുശീൽ, ഏത് രീതിയിലാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്? എന്താണ് BJP-യെ സംബന്ധിച്ചൊരു പ്രതീക്ഷ? എന്താണ് BJP ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് BJP വളരെയധികം മുന്നിലാണ്. UDF-നെ സംബന്ധിച്ച് എല്ലാ പ്രവർത്തന രംഗത്തും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ തന്നെ സജീവമായി രംഗത്തുള്ളത് കൊണ്ട് തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മുന്നേ ഒരു തവണ, അതായത് ഇത് മുനിസിപ്പാലിറ്റി ആയിരുന്ന ഒരു ഘട്ടത്തിൽ NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട്. പിന്നീട് വലിയൊരു ഗ്യാപ്പ് വന്നു. ഈ ഒരു തവണ BJP-യും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് ഇവിടെ നേരിട്ട് മത്സരിക്കുന്നത്. CPM-ന് അത്രത്തോളം വലിയൊരു സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ്. എത്രത്തോളമാണ് ഒരു BJP-യുടെ ഈ ഒരു ഡിവിഷനിൽ, ടെമ്പിൾ ഡിവിഷനിൽ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ടെമ്പിൾ ഡിവിഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP എന്ത് തന്നെയായാലും BJP ജയിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള അടിസ്ഥാന വർക്കുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നടത്തിയ അടിസ്ഥാന വർക്കുകളേക്കാൾ 100 ഇരട്ടിയോളം രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകരും ഞാനും ഒക്കെ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഏറെ വിജയപ്രതീക്ഷയാണുള്ളത്. ഇപ്പം കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 5 സ്ഥലങ്ങളിലൊക്കെ BJP 2ാം സ്ഥാനത്തെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പം ഈ 5 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയ ഒരു അവസ്ഥ, അവിടങ്ങളിലൊക്കെ ഒരു വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP-യെ സംബന്ധിച്ച് ഇത്തവണയുണ്ടോ? തിരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഞങ്ങൾ 5ഓളം സ്ഥലങ്ങളിൽ വിജയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലിലായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഒരു 10 ഡിവിഷനിലെങ്കിലും BJP ശക്തമായ പോരാട്ടം നടത്തുകയാണ്. ഈ ഡിവിഷനിലൊക്കെ വിജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത്. ഇപ്പോൾ ഓരോ തവണയും BJP-യെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓരോ ഡിവിഷനിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു പ്രവണത തുടരുകയാണെങ്കിൽ കോർപ്പറേഷനെ സംബന്ധിച്ചായാൽ നിർണായക ശക്തിയായി മാറാൻ BJP-ക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. തീർച്ചയായും 5ഓളം സീറ്റുകളിൽ തന്നെ BJP വിജയിച്ചാൽ ഈ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് BJP ആയിരിക്കും. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ BJP വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പം മുൻകാലങ്ങളിൽ BJP ജയിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ഇടതു വലത് മുന്നണികൾ ഒത്തുചേരുന്നൊരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. ആ ഒരു വിമർശനം ഇത്തവണ ആ ഒരു ഭയമുണ്ട്, ഇവർ രണ്ടും ജയിക്കുമെന്നൊരു ഘട്ടം വന്നാൽ ഇവർ ഒരുമിക്കുമെന്നൊരു ഭയം BJP-യെ സംബന്ധിച്ചുണ്ടോ? 2015 ഇലക്ഷനിൽ BJP-ക്ക് കിട്ടിയത് 632 വോട്ടുകളാണ്. UDF-ന് ലഭിച്ചത് 704 വോട്ടുകളും. LDF-ന് ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് 225ഓളം വോട്ടുകൾ മാത്രമാണ്. സത്യത്തിൽ LDF-ന് ഈ ടെമ്പിൾ ഡിവിഷനിൽ 350ഓളം വോട്ടുകൾ നേടേണ്ടവരാണ്. പക്ഷേ 100ഓളം വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം അവർ UDF-ന് മറിച്ച് ചെയ്തതിലാണ് UDF-ന് ഇവിടെ വിജയിക്കാൻ സാധിച്ചത്. ഈ തവണയും അങ്ങനെയുള്ള ചില നടപടികൾ LDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു മുൻകരുതൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലേ കൂട്ടി ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നൊരു ഉത്തമ പ്രതീക്ഷ തന്നെയാണുള്ളത്. തീർച്ചയായും 100% ഈ തവണ ടെമ്പിൾ ഡിവിഷനിൽ BJP 200-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയം നേടും.